ക്യാബിനിൽ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുകയാണ് നിള. വിയർത്ത് കുടിച്ചാകെ പരിഭ്രമിച്ചാണ് അവളുടെ ഇരിപ്പ്. ഡോക്ടർ അവളെ സൂക്ഷിച്ച് നോക്കുകയാണ്. സ്കാനിങ് കഴിഞ്ഞുള്ള ഇരിപ്പാണ്. സ്കാനിങ് വേണമെന്ന് ഡോക്ടറെ ഒതുക്കത്തിൽ കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു നോക്കിയെങ്കിലും എന്തോ സംശയം തോന്നി ഡോക്ടർ സ്കാൻ ചെയ്തിരുന്നു. അതോടെ ഡോക്ടർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നീള അവിടെ ഇരുന്നുരുകി. എന്താ സംഭവിച്ചത്? ഗൗരവം ചോരാതെയുള്ള ഡോക്ടറുടെ ചോദ്യം കേട്ട് അവൾ ഉമിനീരിറക്കി. അത് അറിയാതൊന്ന് വീണു. തപ്പിത്തടഞ്ഞ് നീള പറഞ്ഞൊപ്പിച്ചു. എന്നാ ഇത് സംഭവിച്ചത്? അവർ ചോദിച്ചു. കുറച്ച് ദിവസമായി. അത് പറയുമ്പോൾ നിലയുടെ ചുണ്ടുകൾ വിറച്ചു. എന്നിട്ട് ശ്രീയും അമ്മയും ഇത് അറിഞ്ഞില്ലേ? തനിക്ക് മുന്നിൽ പ്രസന്നതയോടെ നിന്ന് ആ അമ്മയെയും മകനെയും ഓർത്ത് ദേഷ്യത്തോടെ ഡോക്ടർ ഗായത്രി തിരക്കി. ഇല്ലെന്ന് നില തലവെട്ടിച്ചു. ഗായത്രിക്ക് ദേഷ്യം വന്നു. ഗായത്രിക്ക് ശ്രീയോടും അമ്മയോടും ഒരു പ്രത്യേക അടുപ്പമുണ്ട്. പറഞ്ഞില്ലേ ഇത്ര വലിയൊരു കാര്യം താൻ എന്തിനു വേണ്ടിയാ അവരിന്ന് മറച്ചു വെച്ചത്? ഗായത്രി ദേഷ്യത്തോടെ അവൾ ഒത്തുനോക്കി. നിലക്ക് ഉത്തരമില്ല. നിലയുടെ കൂടെ വന്നവരെ വിളിക്ക്. കൂടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് ഗായത്രി പറഞ്ഞതും നിള നേരെ ഗായത്രിയുടെ കാലിലേക്കാണ് വീണത്. ഡോക്ടർ, അവരെ ഈ കാര്യം അറിയിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇതെന്റെ ജീവിത പ്രശ്നമാണ്. നിള ഗായത്രിയുടെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഏയ് നിള, താൻ എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് ഗായത്രി അവളെ പിടിച്ച് എണീപ്പിച്ചു. തനിക്ക് ഭ്രാന്താണോ? ഗായത്രിക്ക് ദേഷ്യം വന്നെങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഡോക്ടർ, നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഡിവോഴ്സിൻ്റെ വക്കീലാണ്. കുഞ്ഞിന് വേണ്ടി മാത്രം എന്നിപ്പോൾ ആ വീട്ടിൽ നിർത്തിയേക്കുന്നത് തന്നെ. കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. നിള പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ അവളുടെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയാണ്. ജീവിതം നഷ്ടപ്പെടുമെന്ന് അവൾക്ക് ഏറെക്കുറെ ഉറപ്പായി. അതെങ്ങനെയും അവൾക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ വയറ്റിലുണ്ടായിരുന്നത് നിലയുടെ മാത്രം കുഞ്ഞല്ല. ആ കുഞ്ഞിനൊരു അച്ഛനും കൂടിയുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛനത് അറിയാനുള്ള അവകാശമുണ്ട്. ഗായത്രി ഗൗരവത്തിലായി. അവൾക്കെന്ന് ശ്രീയോടും അമ്മയോടുമാണല്ലോ കൂറ്. പ്ലീസ് ഡോക്ടർ, എൻ്റെ ലൈഫ് നശിപ്പിക്കരുത്. നിള ഗായത്രിക്ക് മുന്നിൽ കൈകൾ കൂപ്പി. നിള, ഞാൻ എന്ത് നശിപ്പിക്കാൻ? ഇതെന്റെ ജോലിയാണ്. എൻ്റെ എത്തിക്സിനെതിരായി ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടിയുടെ കൂടെ വന്നവരോട് വരാൻ പറയൂ. ഗായത്രി നേഴ്സിനോട് വീണ്ടും നിർദ്ദേശം നൽകി. നില എന്തെങ്കിലും പറയും മുന്നേ നേഴ്സ് പുറത്തേക്ക് ഇറങ്ങുകയും അവരെ വിളിക്കുകയും ചെയ്തിരുന്നു. അവരകത്തേക്ക് കയറി വന്നതും നില ഗായത്രിയെ ദയനീയമായി നോക്കി. ആ കണ്ണുകളിൽ അപേക്ഷ നിറഞ്ഞു. നിലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സകല ഈശ്വരന്മാരെയും വിളിച്ച് അവൾ മനസ്സുരുക്കി കരഞ്ഞു കഴിഞ്ഞിരുന്നപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അവർ അമ്മയും മകനും ഉള്ളിലേക്ക് കടന്നു വന്നു. നിലയുടെ ഹൃദയം ഇപ്പം നിലച്ചു പോകുമെന്ന് അവൾക്ക് തോന്നിപ്പോയി. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമെ ഒരു ടെൻഷൻ്റെ ആവരണം എടുത്തണിഞ്ഞുകൊണ്ട് ശ്രീ ചോദിച്ചു. സോറി ശ്രീ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സോറി നിള, ഐ ഹാവ് ടു ഡു ദിസ്. ഗായത്രി ഒരു ക്ഷമാപണം പോലെ നിളയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. താൻ കാര്യം പറയേ. ശ്രീക്ക് ഉത്സാഹം കൂടി. നിലക്ക് അബോർഷനായി. ഗായത്രി വെട്ടി തുറന്ന് പറഞ്ഞു. നിള കണ്ണുകൾ ഇറുകിയടച്ചു. എല്ലാം അവസാനിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. എന്താ പറഞ്ഞേ? അബോർഷനായെന്നോ? എങ്ങനെ? ലക്ഷ്മി അമ്മക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർക്ക് കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടൊരു ഭാവം. എന്നാൽ ശ്രീ ചെറിയൊരു ചിരിയോടെ നിലയുടെ കണ്ണുനീര് നോക്കി കാണുകയായിരുന്നു. സത്യാണമ്മേ, അബോർഷനായി. എന്തോ വീണതോ മറ്റോ ആണ്. സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായെന്ന് ഗായത്രി വിശദീകരിച്ചു. ഇല്ലില്ല, നിങ്ങൾക്കൊന്ന് തെറ്റ് പറ്റിയതാ. ഇത്രയും നേരം ഒരു കുഴപ്പമില്ല എന്നല്ലോ. പെട്ടെന്ന് എങ്ങനെ അബോർഷനായി? ലക്ഷ്മി അമ്മ ശോഭത്തോടെ ചോദിച്ചു. അതല്ലമ്മേ ഞാൻ പറഞ്ഞത്. അബോർഷൻ നടന്നിട്ട് ദിവസങ്ങളായി. അറിയാതെ വയറിടിച്ചോ മറ്റോ വീണതാണ്. പേടിച്ചിട്ടാ നിങ്ങൾ ആരോടും പറയാതിരുന്നത്. ഗായത്രി സ്വരം അല്പം മയപ്പെടുത്തി. ഈ കേട്ടതൊക്കെ ശരിയാണോ നിളെ? ലക്ഷ്മി അമ്മക്ക് അപ്പോഴും വിശ്വാസമായിട്ടില്ലെന്ന് കണ്ട് ശ്രീ ഗൗരവത്തോടെ ചോദിച്ചു. തൻ്റെ പേരക്കുട്ടി ഇനിയില്ലെന്ന് അംഗീകരിക്കാൻ ലക്ഷ്മി അമ്മക്ക് സാധിക്കുന്നില്ല. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഒത്തിരി സ്വപ്നങ്ങൾ അവർ നെയ്തു കൂട്ടിയിരുന്നു. ചോദിച്ചത് കേട്ടില്ല നിളെ? അവൻ്റെ സ്വരം ദേഷ്യത്തിൽ ഉയർന്നു. സത്യം പറയണം. നുണ പറയാനാണ് ഉദ്ദേശമെങ്കിൽ മുന്നിലിരിക്കുന്നത് ഡോക്ടറാണെന്ന് നീ മറക്കരുത്. ശ്രീ ഭീഷണിപ്പെടുത്തി. സത്യം പറയേ, ഈ കേട്ടതൊക്കെ ശരിയാണോ? ശ്രീ ചൂടായി. നിലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പറയടി, ശരിയാണോന്ന്? ശ്രീ പല്ല് കടിച്ചു. അവളൊരു വിതമ്പലോടെ തേങ്ങി. ലക്ഷ്മി അമ്മ തറഞ്ഞിരുന്നു പോയി.
ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നു അവര്. നീളേ, അവിശ്വസനീയതയോടെ ലക്ഷ്മി അമ്മ വിളിച്ചു. അമ്മയ്ക്ക് ഇപ്പോഴും ഇവിടെയാണോ വിശ്വാസം? കേട്ടതൊക്കെ സത്യമാണ്. ഞാനിത് മുന്നേ അറിഞ്ഞതാ. കൂട്ടുകാരുടെ കല്യാണം ചടങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം എങ്ങോട്ടോ പോയില്ലേ? അത് ഹോസ്പിറ്റലിലോട്ടാണ് ഇവള് പോയത്. അത് അബോർഷനായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഈ വിവരം ഞാൻ അറിയുന്നത്. ഞാൻ അപ്പം തന്നെ നന്നായിട്ട് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. ഇവളുടെ വരവ് നോക്കി കാത്തിരിക്കായിരുന്നു ഞാൻ. അപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ വന്ന് അവളുടെ കാളം പൊളിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇന്ന് അവൾ വീട് മുതൽ ഈ നിമിഷം വരെ അനുഭവിച്ചൊരു സംഘർഷം ഉണ്ടല്ലോ, ഭയം ഉണ്ടല്ലോ, അതെനിക്ക് കാണണമായിരുന്നു. അത് ഞാൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ വെച്ച് നീ കുറെ മുതലെടുത്തതല്ലേ? ഇനി അത് വേണ്ട. അതിനെ കൊണ്ടുപോയി കൊല്ലിച്ചിട്ട് അത് മറച്ചു വെച്ച് എനിക്കൊപ്പം സുഖജീവിതം നയിക്കാന്ന് കരുതിയോ നീ? നടക്കില്ലടി, നടത്തിക്കില്ല ഞാൻ. ശ്രീ ഉറഞ്ഞു തുള്ളി. നിള പൊട്ടിക്കരഞ്ഞു. നീ എന്റെ കുഞ്ഞിനെ കൊന്നല്ലേ? ലക്ഷ്മി അമ്മയുടെ പതിഞ്ഞ സ്വരം. നിള തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവരെ നോക്കി. നീ എന്റെ കുഞ്ഞിനെ കൊന്നോടി? കൊണ്ടുപോയി കൊന്നോട് നീ അതിനെ? ലക്ഷ്മി അമ്മ അലമുറയിട്ട് കരഞ്ഞു. അമ്മേ, ബഹളം വെക്കല്ലേ പ്ലീസ്. ഹോസ്പിറ്റലിലാണെന്ന് ബോധമില്ലാതെ അവർ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ഗായത്രി പറഞ്ഞു. അമ്മ വാ വാ അമ്മേ, ഞാനല്ലേ വിളിക്കുന്നത്, വാ. ശ്രീലക്ഷ്മി അമ്മയെ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി നെഞ്ചോട് ചേർത്തു. അവനെ നെഞ്ചിൽ വീണവർ പൊട്ടിക്കരഞ്ഞു. ശ്രീ ബലമായ അമ്മയെയും കൂട്ടി അവിടുന്ന് പോയി. അവർ പോയത് നിള നെഞ്ച് പൊട്ടിക്കരഞ്ഞു. എല്ലാം അവസാനിച്ചു, ഒപ്പം നിലയുടെ ജീവിതവും. സ്വന്തം കൂടപ്പറപ്പിനെ ചതിക്കുഴിയിലേക്ക് തള്ളിവിട്ടിട്ട് അവളിൽ നിന്ന് തട്ടിയെടുത്ത ജീവിതമാണ്. ആ ജീവിതം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടും ഒന്ന് ആസ്വദിക്കാനോ സന്തോഷിക്കാനോ ഉള്ള യോഗം തനിക്കില്ലല്ലോ എന്നവൾ ഇന്ന് ഓർക്കുന്നു. പെട്ടെന്ന് ബോധം വന്നവളെ പോലെ ചാടി എണീറ്റ് അവൾ പുറത്തേക്ക് ഇറങ്ങി. ശ്രീയെയും അമ്മയെയും അവൾ ചുറ്റും തിരഞ്ഞു. അവരെ എങ്ങും കാണാതെ വന്നപ്പോൾ അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് എൻട്രൻസ് ലക്ഷ്യമാക്കി ധൃതിയിൽ നടന്നു. എൻട്രൻസിനോട് അടുത്തെത്തിയപ്പോൾ തന്നെ അവൾ കണ്ടു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അമ്മയെയും മകനെയും. അന്നേരം അവളുടെ കാലുകൾക്ക് വേഗത കൂടി. അവൾ ധൃതിയിൽ പുറത്തേക്ക് ഓടി. ശ്രീ അമ്മയെയും കൂട്ടി പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്. അവൾ പിന്നാലെ ഓടിച്ചെന്നു. ശ്രീ പോകല്ല ശ്രീ, എനിക്ക് ആരുമില്ല ശ്രീ, എന്നെ കൂടി കൊണ്ടുപോ. കരഞ്ഞുകൊണ്ട് അവൾ പിന്നാലെ ഓടി. അത് കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് നടക്കുകയാണെന്ന്. അവൻ്റെ മുഖത്ത് വിജയിച്ചെൻ്റെ ചിരിയാണ്, എന്തോ നേടിയെടുത്തവൻ്റെ ഭാവം. നിളയെന്ന ഒഴിയാപാതയെ ഒഴിപ്പിച്ച് വിടുന്നതിനോടൊപ്പം മീരയ്ക്ക് വേണ്ടി കുഞ്ഞൊരു പ്രതികാരവും. പക്ഷേ നിലയെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു അടിയായിരുന്നു. നിലനിൽപ്പ് നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കരയുകയാണവൾ. പാർക്കിങ്ങിലുള്ള ആളുകളൊക്കെ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീ പ്ലീസ് പോവല്ലേ. അവൾ ഓടിച്ചെന്ന് അവൻ്റെ കാലിൽ വീണു. ശ്രീ അവളെ കാലുകൊണ്ട് കുടഞ്ഞെറിഞ്ഞു. ഇതുപോലെ നിന്റെ ചേച്ചിയും നെഞ്ചുപൊട്ടി കുറെ കരഞ്ഞതാ. അങ്ങനെ കരയുമ്പോഴുള്ള സുഖം നീയൊന്നും അറിഞ്ഞോടി. ചാദിച്ചും കുതികാലി വെട്ടിയും പിടിച്ചെടുക്കുന്നതൊന്നും അധികം നാളും വാടില്ല. അത് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇനിയാടി ഞാൻ ജീവിക്കാൻ പോകുന്നത് ഞാൻ സ്നേഹിച്ച പെണ്ണിനോടൊപ്പം സന്തോഷത്തോടെ. അത് കാണാൻ കണ്ണീരോടെ നീ ഉണ്ടാവണം, എന്നാലേ എൻ്റെ നെഞ്ചിലെ കനലണിയൂ. ശ്രീ വാശിയോടെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മയെ കാറിലേക്ക് കയറ്റി. ലക്ഷ്മി അമ്മ നിളയെ തുറിച്ചു നോക്കുകയാണ്. അവളെ പച്ചക്ക് കൊളുത്താനുള്ള ദേഷ്യമുണ്ട് അവർക്ക്. അത്രത്തോളം കൊതിച്ചു പോയിരുന്നു. അവളുടെ ഓരോ കാര്യവും ഏറ്റവും ശ്രദ്ധയോടെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. അവൾ ചെയ്തതൊക്കെ മറന്ന് അവളുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തതൊക്കെ ആ കുഞ്ഞിന് വേണ്ടിയാണ്. എന്നിട്ടിപ്പോൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ശ്രീ എന്നോട് പൊറുക്ക് ശ്രീ, ഒരവസരം കൂടി എനിക്ക് തന്നൂടെ പ്ലീസ്. അവൾ ശ്രീയെ കാറിൽ കയറാൻ അനുവദിക്കാതെ അവന് മുന്നിൽ തടസ്സമായി നിന്നു. മാറി നിൽക്കടി. നീയും നിന്റെ തന്തയും കൂടി ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാവണമെങ്കിൽ നീ ഇനിയും അനുഭവിക്കണം. അല്ല, അനുഭവിക്കും. ഇവിടെ വെച്ച് ചെയ്തു കൂട്ടിയതിനൊക്കെ ഇവിടെ വെച്ച് തന്നെ തിരിച്ചടി കിട്ടും നിനക്ക്. എന്നിട്ട് നീ ചാവൂ. ശ്രീ അവളെ തള്ളി മാറ്റിക്കൊണ്ട് കാറിൽ കയറിപ്പോയി. നിളവൻ്റെ തളയിൽ നിലത്തേക്ക് വീണുപോയിരുന്നു. നെറ്റി നിലത്ത് മുട്ടി ചോര വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വേദനയൊന്നും അവൾ അറിഞ്ഞതേയില്ല. ഇനി അവൾക്ക് മുന്നിലൊരു ഭാവിയില്ല. എല്ലാത്തിനും കാരണം അച്ഛനാണെന്ന ബോധം അവളിൽ ഉടലെടുത്തു. അച്ഛൻ തൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അച്ഛനെ താൻ വീട്ടിലേക്ക് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ ഓർമ്മയിൽ അവൾ പൊട്ടി കരഞ്ഞു. നീരജ് തന്നെ ഇനി ആ വീട്ടിലേക്ക് കയറില്ലെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആപൽഘട്ടത്തിൽ സഹായിക്കാത്തത് കൊണ്ട് അച്ഛനും ഇനി തിരിഞ്ഞു നോക്കില്ല. കയ്യിലുള്ള ക്യാഷ് വെച്ച് എത്ര കാലം ജീവിക്കും? സ്വന്തമെന്ന് പറയാൻ ഒരു വീടില്ല. ബന്ധുക്കളാരും ഇനി അടുപ്പിക്കത്തുമില്ല. സൗമ്യക്കും സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാകും. ആ സമയം അവൾ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ഒരു കണക്കുകൂട്ടൽ നടത്തി. കയ്യിലുള്ള ക്യാഷ് വെച്ച് കുറച്ചു കാലം ജീവിച്ചാലും
പിന്നീട് അങ്ങോട്ട് എന്തായിരിക്കും? ഒറ്റപ്പെട്ട ആരുടെയും സഹായവും സ്നേഹവും ഇല്ലാതെ ഒരു മനുഷ്യന് എത്ര കാലം ജീവിക്കാൻ കഴിയും? എല്ലാത്തിലും ഉപരി സ്ത്രീയെ പിരിഞ്ഞൊരു ജീവിതം അവൾക്ക് ചിന്തിക്കാനേ വയ്യ. ഒരുമിച്ച് ജീവിച്ച കാലത്ത് പണത്തിനപ്പുറം ശ്രീ എന്ന ഭർത്താവിനെ അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും എല്ലാം കൈവിട്ട് പോവുകയും ചെയ്തു. അവനില്ലായ്മ മരണതുല്യമാണെന്ന് അവൾ അറിയുകയായിരുന്നു. അവനോടുള്ള പ്രണയം അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പി. മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള ആശങ്ക മാറി സ്ത്രീയെ പിരിയേണ്ടി വരുമോ എന്നുള്ള ഭയമായി അവൾക്ക്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ നിരത്തിരുന്ന് വാവിട്ട് കരഞ്ഞു. ചില ആളുകളൊക്കെ ഓടിക്കൂടി, മറ്റു ചിലർ കാഴ്ചക്കാരായി. എന്നിട്ടും അവളുടെ കരച്ചിൽ നിന്നില്ല. എന്താ മോളെ, എന്തിനൊക്കെ അറിയുന്നേ? ചുറ്റും കൂടിയ ആളുകളിൽ നിന്നാരോ ചോദിച്ചു. അന്നേരം അവൾ തലയുയർത്തി നോക്കി. ആൾക്കൂട്ടം കണ്ട് അവൾ മുഖം തുടച്ച് തേങ്ങിക്കൊണ്ട് എണീറ്റു. അവരെ വകഞ്ഞു മാറ്റി അവൾ മുന്നോട്ട് നടന്നു. മുന്നിൽ വിശാലമായ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനപ്പുറം വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡ് അവളുടെ കണ്ണിൽ പതിഞ്ഞു. അവൾ വേഗത ഒട്ടും കുറക്കാതെ തന്നെ ആ റോഡിലേക്ക് ഓടിയിറങ്ങി. അവൾ റോഡിൽ കാല് കുത്തിയതും ഒരു ഇന്നോവ കാർ വന്ന് അവൾ ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. ഒരലർച്ചയോടെ അവൾ വായുവിൽ ഉയർന്നു പൊങ്ങി തലയിടിച്ച് നിലത്ത് വീണു. റോഡ് മുഴുവൻ അവളുടെ രക്തം പടർന്നുകൊണ്ടേയിരുന്നു. വലിയൊരു ആൾക്കൂട്ടം തന്നെ അവളെ പൊതിഞ്ഞു. കൂടെ നിന്നവരിൽ ആരോ ആംബുലൻസ് വിളിക്കുകയും അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. നമ്മുടെ കൊച്ചിനെ കൊന്ന അവളെ ഇനി വെറുതെ വിടരുത്, ലക്ഷ്മി അമ്മ ദേഷ്യത്തിൽ വിറക്കുന്ന ചുണ്ടുകളോടെ അവനോട് പറഞ്ഞു. ശ്രീ തലചരിച്ച അമ്മയെ നോക്കി. അവൾക്ക് അർഹതപ്പെട്ടത് ഞാൻ കൊടുക്കും. ഡിവോഴ്സ് നോട്ടീസ് ഞാൻ ഇന്ന് തന്നെ അയക്കുന്നുണ്ട്, അവൻ കലിയോടെ പറഞ്ഞു. പോരാ, അതൊന്നും പോരാ. അതിലും വലുതായിട്ട് എന്തെങ്കിലും. ഞാനെല്ലാം മറന്നത് നമ്മുടെ കുഞ്ഞിനെ ഓർത്തല്ലേ. അവളെ ഞാൻ ഈ കൈവള്ളിയിലല്ലേ കൊണ്ടു നടന്നത്. ഓരോ കാര്യങ്ങൾ ശ്രദ്ധയോടെയല്ലേ ഞാൻ നോക്കിയത്. എന്നിട്ടും ഇത്രയും നിസ്സാരമായിട്ട് അവൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ. അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. അവൾ അകത്ത് പോയി കിടക്കട്ടെ. നമ്മുടെ കുഞ്ഞിന്റെ കൊലപാതകിയാണ് അവള്. ലക്ഷ്മി അമ്മയുടെ സമനില തെറ്റുമെന്ന് ശ്രീ ഭയന്നു പോയി. അവരത്രത്തോളം തകർന്നു പോയിരുന്നു. അമ്മേ, നമുക്ക് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഒന്ന് സമാധാനിക്ക്, ശ്രീ അലിവോടെ പറഞ്ഞു. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ അവനെയും വേദനിപ്പിച്ചു. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. അവളിനി സമാധാനം എന്താണെന്ന് അറിയരുത്, വൈരാഗ്യത്തോടെ ലക്ഷ്മി അമ്മ പറഞ്ഞു. പക്ഷെ സ്ത്രീക്ക് അറിയാമായിരുന്നു ഇക്കാര്യത്തിൽ അവൾ നിരപരാധിയാണെന്ന്. തൻ്റെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു പറ്റാനുള്ള അവളുടെ അവസാനത്തെ തുറപ്പിച്ചിട്ടായിരുന്നു ആ കുഞ്ഞ്. അതിനെ അവൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ച് കളയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. പക്ഷെ ഈ അവസരം അവൻ ഉപയോഗിക്കാതെ വയ്യ. ഇപ്പോൾ ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ ഈ ജന്മത്തിൽ തൻ്റെ തലയിൽ നിന്നും ഒഴിയില്ലെന്ന് അവനറിയാം. അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഡിവോഴ്സ് എന്നാണ് സ്ത്രീയുടെ ചിന്ത. അതേറെക്കുറെ ശരിയുമാണ്. ശാരീരികമായി അവളെ നോവിക്കുന്നതിനേക്കാൾ സ്ത്രീക്ക് മനസ്സുഖം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മീരയെ ഓർക്കുമ്പോൾ അവളുടെ മുഖത്തൊരു 1000 വട്ടം പ്രഹരിക്കണമെന്ന് അവന് തോന്നി. പക്ഷേ പബ്ലിക്കായിട്ട് അവളെ തൊട്ട് കഴിഞ്ഞാൽ അത് വാർത്തയാവും, കേസാവും. അവൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയാകും. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവൻ അവളുടെ ദേഹത്ത് കൈവെക്കാതിരുന്നതും ലക്ഷ്മിയമ്മ കൈവെക്കും മുന്നേ അവരെ പിടിച്ചുകൊണ്ട് വന്നതും. താനോ അമ്മയോ അവളെ തൊട്ടാ അത് പിന്നെ ഗാർഹിക പീഡനമാക്കി മാറ്റിക്കളയവള്. അത് ഡിവോഴ്സിന് അവൾക്ക് ഗുണമായി വരും. സ്ത്രീയെല്ലാം മുൻകൂട്ടി ചിന്തിക്കുന്നുണ്ടായിരുന്നു. അവർ വീട്ടിലെത്തി സ്ത്രീ ലക്ഷ്മിയമ്മയെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ലക്ഷ്മിയമ്മ കണ്ണീര് പൊഴിക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. അവൻ മുറി വിട്ടിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ലക്ഷ്മിയമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ ഹാൻഡ് ബാഗ് തുറന്ന് ലക്ഷ്മിയമ്മയുടെ ഫോൺ എടുത്ത് നോക്കി. നിലയുടെ നമ്പറിൽ നിന്നാണ് കോള്. അത് കണ്ടവൻ പല്ല് കടിച്ച് കോള് കട്ടാക്കി വിട്ടു. വീണ്ടും കോള് വന്നപ്പോൾ അവൻ അത് തന്നെ ചെയ്തു. ഇത് ആവർത്തിച്ചപ്പോൾ ക്ഷമ നശിച്ച് അവൻ ഫോൺ എടുത്തു. ഹലോ, ഈ ഫോണിൻ്റെ ഉടമസ്ഥയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. പാനിക്കാവണ്ട, ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങോട്ട് വന്നാൽ മതി. കൂടി എന്തോ ചീത്ത പറയാൻ ഒരുങ്ങിയ സ്ത്രീ അത് കേട്ട് നിശബ്ദനായി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്താൻ നോക്ക്. ഹലോ. ഫോൺ വിളിച്ചയാൾ വെപ്രാളപ്പെട്ടു. വരാൻ സൗകര്യമില്ല, പോയി ചാവട്ടെ അവള്. സഹതാപം തൊട്ട് തീണ്ടാത്ത സ്ത്രീയുടെ സ്വരം മറുപുറത്തുള്ളയാൾ അമർഷത്തോടെ കേട്ടു. പിന്നൊരു ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടായില്ല. ആ ഫോൺ കോൾ അവസാനിച്ചു. സ്ത്രീ പുച്ഛത്തോടെ ആ ഫോൺ മേശപ്പുറത്തേക്ക് ഇട്ടു. ലക്ഷ്മിയമ്മ അതൊന്നും അറിഞ്ഞുകൂടിയില്ല. ഏറെ സ്നേഹിച്ച് പിറക്കും മുന്നേ പൊലിഞ്ഞു പോയ ആ കുഞ്ഞു ജീവന് വേണ്ടി കണ്ണുനീര് പൊഴിക്കുകയായിരുന്നവർ. സ്ത്രീ അമ്മയെ തിരിഞ്ഞു നോക്കി. അമ്മ ആഗ്രഹിച്ച ആ ശിക്ഷ അവൾക്ക് ദൈവം കൊടുത്തു കഴിഞ്ഞിരുന്നു. അവളെ റോഡിലിട്ട് തല്ലി ചതക്കാനുള്ള ദേഷ്യം അവനുണ്ടായിരുന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേര് കളങ്ങുണ്ടാവരുതെന്ന ഒറ്റ നിർബന്ധത്തിലാണ് അവൻ അതിന് മുതിരാതിരുന്നത്. എന്നാൽ അവനിപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. അവൾ പരലോകത്തേക്ക് കെട്ടിയെടുക്കണേന്ന് അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയി. അത്രത്തോളം പൊറുതി മുട്ടി അവന്. സംഗതി കുറച്ച് സീരിയസ് ആണെന്ന് വിളിച്ചയാളുടെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലായി.
ആ ഒരു സന്തോഷം പിന്നീട് അവൻ്റെ മുഖത്ത് തെളിഞ്ഞ് കാണാമായി.